ഹലോ വ്യൂവേഴ്സ്, ക്യൂസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചിക്കൻ ബിരിയാണി കണ്ടു, നമ്മൾ മട്ടൻ ബിരിയാണി കണ്ടു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണികളുടെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ഫിഷ് ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത്. 2-3 സ്റ്റെപ്പായിട്ടാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ. നല്ല കിടിലൻ ഫിഷ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് ഗാർണിഷിങ് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ ഗാർണിഷിങ് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ വരുന്നത് 3 സവാള, അതുപോലെ കശുവണ്ടി 100 ഗ്രാം, കിസ്മിസും 100 ഗ്രാം എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വറുത്തെടുക്കുകയാണ്. ഗീയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഏറ്റവും ആദ്യം എണ്ണ ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് വറുത്തെടുക്കണം. ഇത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ പകുതി എടുത്ത് മാറ്റി വെക്കുന്നതാണ്. നമ്മുടെ ഫിഷ് കറിയിൽ ആഡ് ചെയ്യാനായിട്ട് പകുതി നമ്മളെടുത്ത് മാറ്റി വെക്കും. ബാക്കി പകുതി നമ്മൾ കശുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയുമായിട്ട് നെയ്യിൽ നമ്മൾ വറുത്തെടുക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കും. ഇനി നമ്മൾ നെയ്യ് ഒഴിച്ച് കശുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കുകയാണ് ഇവിടെ. ഈ ഒരു പരുവത്തിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്തെടുത്ത സവോളയും കൂടെ ഇതിൽ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കുകയാണ്. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസിൽ വരുന്നത് തിലാപ്പിയ മീൻ 1 കിലോ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഒരു ലേശം നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിലും നമുക്ക് 1/2 ടീസ്പൂൺ ഇവിടെ ചേർക്കാവുന്നതാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നമ്മളിവിടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ഫിഷ് വറുത്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ പൊടിവർഗ്ഗങ്ങളും ഈ മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നാരങ്ങ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ജിഞ്ചർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് പാൻ ചൂടാകാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് മീൻ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് വറുത്തെടുക്കുമ്പം ശ്രദ്ധിക്കുക, നമ്മളിത് മുഴുവനായിട്ട് വറുത്തെടുക്കുന്നില്ല. നമ്മളിത് കറിക്കകത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്, അതുപോലെ ദമ്മും ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഫിഷ് ഫ്രൈ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ബിരിയാണി മസാല 1.5 ടേബിൾ സ്പൂൺ. ഈ മസാലയുടെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് തൊട്ട് താഴെ ഉണ്ടായിരിക്കുന്നതാണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അതുപോലെ ഷാൻ ഫിഷ് മസാല നമ്മളിവിടെ എടുക്കുന്നുണ്ട്, അത് 1 ടീസ്പൂണാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ വീതവും, അതുപോലെ പച്ചമുളക് 5 എണ്ണവും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. സവോള 5 എണ്ണം, തക്കാളി 3 എണ്ണം, കൊറിയാണ്ടർ ലീവ്സ് ഏകദേശം 1 പിടി മുഴുവൻ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. മിൻറ്റ് ലീവ്സ് 10-15 ഇലകൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇനി നമുക്ക് പാൻ ചൂടാൻ വെക്കാം. അതിനുശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സവാള ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് ഏറ്റവും ആദ്യം നമുക്കിവിടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്യേണ്ടതാണ്. ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൊണ്ട് ഇതുപോലെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. ആ പേസ്റ്റ് നമുക്കിനിയും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുത്ത് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. ഏറ്റവും ആദ്യം ബിരിയാണി മസാലയാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ. ഇനി നമുക്ക് ഷാൻ ഫിഷ് മസാല ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ ഫിഷ് വറുത്തെടുത്ത പാനിലേക്ക് ഇത് മാറ്റി ഇവിടെ നമ്മൾ ഇനിയും നേരത്തെ വറുത്തെടുത്ത സവോള നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫിഷ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച ഫിഷാണ്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മീൻ പൊടിഞ്ഞു പോകരുത്. പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിതിവിടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഗ്രേവി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ദം ചെയ്യുന്നതിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണിത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ബസ്മതി റൈസാണ്. ഇത് 1 കിലോ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ കറുവപ്പട്ട ഏകദേശം 4 എണ്ണം, ബേലീവ്സ് 2 ലീവ്സ് എടുക്കുന്നുണ്ട്, ഗ്രാമ്പു 4 എണ്ണം, അതുപോലെ ഏലക്ക 4 എണ്ണം എടുക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഏറ്റവും ആദ്യം വെള്ളം ചൂടാകാൻ വെക്കുക. അതിനുശേഷം ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഉപ്പും കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കിവിടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 3/4 വേവ് ആകുമ്പോഴത്തേക്കിന് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഫിഷ് ബിരിയാണിക്ക് ദം ചെയ്തെടുക്കാനായിട്ടുള്ള ഏറ്റവും അവസാനത്തെ പ്രോസസ്സിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ റൈസും മീനും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നോക്കാം. സോ ഏറ്റവും ആദ്യം നമ്മളിവിടെ വെച്ചിരിക്കുന്നത് റൈസാണ്. റൈസ് വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ഇവിടെ നമ്മൾ ഫിഷ് നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് ഫിഷ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗാർണിഷിങ്ങിനായിട്ട് നമ്മളിവിടെ കശുവണ്ടി, അതുപോലെ കിസ്മിസ്, സവോള വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് മല്ലിയിലയും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഏതായാലും ഇനിയും നമുക്ക് ഇതിൻ്റെ ദമ്മിൻ്റെ പ്രോസസ്സിനായിട്ട് ഇവിടെ നമുക്ക് ദം ചെയ്തെടുക്കാം. ഏറ്റവും ആദ്യം നമ്മൾ റൈസാണ് ഇതിലേക്ക് ഇടുന്നത്. സോ റൈസ് നമുക്ക് ആദ്യം ഒരു ലെയർ ഇവിടെ ആഡ് ചെയ്യാം. അടുത്തത് നമ്മുടെ ഫിഷാണ് ഇതിൽ വരുന്നത്. സോ ഓരോ ഫിഷും നമ്മൾ പൊടിയാതെ എടുത്ത് ഇതിന് മേലോട്ട് ഇടണം. ഇനി നമുക്ക് നമ്മുടെ നട്ട്സും കിസ്മിസും നമ്മുടെ പുറത്തെ സവോളയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നെയ്യും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് നല്ല ഒരു കളറും ആ ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ നെയ്യ് ഇവിടെ സൈഡിലൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നെയ്യാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് നെയ്യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇവിടെ സംഭവം കംപ്ലീറ്റ് ആയി. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റോസ് വാട്ടറും മഞ്ഞപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്ത ലെയർ വരുന്നത് റൈസാണ്. വീണ്ടും നമ്മളിവിടെ റൈസ് ഇട്ട് ഇത് ഫിനിഷ് ചെയ്യുകയാണ്. ഏകദേശം നമ്മുടെ ദം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇവിടെ നമ്മൾ കുറച്ച് കിസ്മിസ് കൂടെ എടുത്തിട്ട് ഇവിടെ മേളിലൊരു ഡെക്കറേഷനായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മല്ലിയില ആഡ് ചെയ്യുകയാണ്. ഇതിവിടെ കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച മഞ്ഞപ്പൊടിയുടെ വെള്ളം, റോസ് വാട്ടർ മഞ്ഞപ്പൊടിയിൽ ആഡ് ചെയ്താണ്. ഇതിവിടെ നിന്ന് കളറിന് വേണ്ടി ഒരു 4-5 തുള്ളി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെയ്യും കൂടി ഒഴിച്ച് ഈ ബിരിയാണി ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. നെയ്ക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനായാലും ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി. ദം പൊട്ടിക്കുകയാണ് നമ്മൾ. ഒരു അടിപൊളി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓ എന്താ ലുക്ക്! അത് കണ്ടോ? ഏതായാലും ഇത് നമുക്കൊരു പ്ലേറ്റിലാക്കിയിട്ട് ഒന്ന് കഴിച്ചും കൂടെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഫിഷ് ബിരിയാണി ഇന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കിടിലൻ ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണിയിലൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് സാലഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാർ. സാധാരണ നമ്മൾ ഡേറ്റ്സ് അച്ചാറാണ് ബിരിയാണിയിലൂടെ എപ്പോഴും റെഡിയാക്കുന്നത്. അതിൻ്റെ റെസിപ്പിയും അതുപോലെ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി എല്ലാം തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. ഏതായാലും ഈ ബിരിയാണി ഒന്ന് കഴിക്കാം. മീൻ കണ്ടോ? അടിപൊളി.
ഇത് അടിപൊളിയാണ്. പാവം. അതിങ്ങനെ നമുക്ക് വെച്ചിട്ട് കുറച്ച് സാലഡ് കൂടെ എടുത്തിടാം. എന്നിട്ട് ഒരു കുറച്ച് വെളുത്തുള്ളി അച്ചാർ ഇങ്ങനെ നമുക്ക് സൈഡിൽ വെച്ചിട്ട് ഒരു ഉരുള ഇങ്ങനെ എടുത്തിട്ട് ബിരിയാണി ശരിക്കും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫിഷ് ബിരിയാണി ആകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ റൈസ് അതുപോലെ ഇതിൻ്റെ മസാലക്കൂട്ട് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മസാലക്കൂട്ട് നമ്മളുണ്ടാക്കിയ മസാല തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഷാൻ മസാലയും എടുത്തിട്ടുണ്ട്. ഏതായാലും അതും നമ്മൾ ഉപയോഗിച്ചാണ് ഇന്നിവിടെ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.